ഇത് അതേപോലെ ഇത് അങ്ങനെ ഇന്ന് നമ്മൾ റെസ്ക്യൂവിന് വന്നിരിക്കുന്നത് തലപ്പാറ പെട്രോൾ പമ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ്. അവിടെ ഒരു കമ്പനി ഉണ്ട്. കമ്പനീൻ്റെ സൈഡിൽ ഒരു കരിങ്കല്ലിൻ്റെ ഒരു മതിലുണ്ട്. മതിലിൻ്റെ ഉള്ളിലാണ് ആളുള്ളത്. ഒരു അടിപൊളി ഒരു മൂർഖനാണ്. മൂർഖന് പറഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള മൂർഖനാണ്. ആൾ നല്ല പേടിച്ചിരിക്കുകയാണ്. കാരണം അത് ഒരുപാട് തവണ പുറത്തിറങ്ങാൻ നോക്കിയിട്ട് അവിടെയുള്ള ആൾക്കാർ പേടിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആട്ടിയതാണ്. അപ്പോൾ ഒരു 3/4 മണിക്കൂറോളം പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ റെസ്ക്യൂ ചെയ്യൽ കുറച്ച് റിസ്ക്കാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. അതിൻ്റെ ബാഗ് അടുത്തൊന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതിനെ റെസ്ക്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അത്യാവശ്യത്തിന് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനങ്ങളും അടുത്തൊന്നും കാണില്ല. അപ്പോൾ നമുക്കൊരു കല്ല് നിർബന്ധമാണ്. അതിൻ്റെ സൈഡിലൊരു കല്ല് വെച്ചാലും അതിൻ്റെ കറക്റ്റൊരു മാളം എന്നുള്ള രീതിയിലാണ് അത് അതിൻ്റെ ഉള്ളിൽ കയറി പോവുക. നടക്കുന്ന വഴി മാക്സിമം ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ബൈ ചാൻസ് അതിൽ തടഞ്ഞ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കണ്ട. നമ്മളൊരു പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം അവിടുന്ന് വഴിയൊക്കെ ക്ലീൻ ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടുന്ന് മാറി നിൽക്കുക. കാരണം ബൈ ചാൻസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ കുറച്ച് ദൂരെ നിൽക്കാം. ആൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എഴുത്താൻ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ മുട്ട ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുട്ട ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ആൾക്ക് നല്ല സൈസ് ഉണ്ട്. നല്ലൊരു അത്യാവശ്യം പ്രായമുണ്ട് ആൾക്ക്. കരിങ്കല്ലിന് അങ്ങോട്ട് വഴിയില്ല. അതുകൊണ്ട് ആൾ അവിടെ സ്റ്റക്കായി, അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോയിരുന്നു. ആളെ ഹുക്കിൽ പൊങ്ങണില്ല. നല്ല വെയിറ്റാണ് ആളുള്ളത്. ആൾ അറ്റാക്കിന് റെഡിയായി നിൽക്കുകയാണ്. കാരണം അവരെ നല്ലോണം അതിനെ പേടിപ്പിച്ചാണ്. അപ്പോൾ പേടിപ്പിച്ച ആ ദേഷ്യം എല്ലാം കൂടി ആൾക്കുണ്ട്. ആൾ ചെറുങ്ങനെ ഒന്ന് പുല്ലിൻ്റെ ഉള്ളിൽ ലോക്കായി. അതിനെ വലിച്ചിട്ട് കിട്ടുന്നില്ല. പുല്ല് ലോക്കിലാണ്. ഇനി പാമ്പിനെ വിടാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും തോന്നുന്നില്ല. അതിന് വീടല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് വിട്ടത്. ആള് അറ്റാക്കിന് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആ ദേഷ്യം ഇതുവരെ തീർന്നിട്ടില്ല.
നല്ല സൈസുള്ളൊരു മുറുക്കനായിരുന്നു. അപ്പോൾ അത് അവിടെ എത്ര വെയിറ്റ് ഉണ്ടാവും? ഇക്കടെ ചിക്കൻ കുഞ്ഞുണ്ടാകും. നിങ്ങളെപ്പോഴായിട്ട് കണ്ടേ? വൈകുന്നേരം കണ്ടാ സ്ഥിരമായിട്ട് വരുന്നതാണ് തോന്നുന്നത്. അവിടെ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു അടയാളം പോലെ ഉണ്ട്. എന്തിനാ ഒരു കിടക്കുന്ന ഈ സ്ഥലത്ത് അത്യാവശ്യം സൈസ് ഉണ്ട്. നാളെ ഈ ചൂട് കൂടി ആയതുകൊണ്ടാണ് ഭയങ്കര അഡ്ജസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, മുൻകൂട്ടി മുന്നിൽ മാറി നിൽക്കണം. ബൈ ചാൻസ് നമ്മൾ കഴിക്കുന്ന വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിട്ടു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്കും ഇതിലാണ് നിൽക്കുന്നത് ആൾ. ആ ടൈമിൽ നമ്മൾ വീടില്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് മാറി നിൽക്കാൻ പറഞ്ഞത്. ആ സൈഡിലേക്ക് ആയതുകൊണ്ട് കണ്ടില്ല, നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് നല്ല ഇതാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് റിസ്ക്കായി അതിനെ പിടിക്കാൻ. കാരണം അത്യാവശ്യം അഗ്രസീവായിട്ടാണ് ആൾ നിൽക്കുന്നത്. കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ റെസ്ക്യൂ ചെയ്ത്. അങ്ങനത്തെ സ്ഥലങ്ങൾ പൊതുവെ ഉണ്ടാവും. ഇതൊരു ഫസ്റ്റ് കരിങ്കല്ല് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ കെട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇങ്ങനത്തെ ഇതേപോലത്തെ കെട്ടിൽ പൊതുവെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ആദ്യം ഇങ്ങനെ കരിങ്കല്ലിൻ്റെ കെട്ടാണെങ്കിലും ഇതിന് ചാവുമെന്ന് പറഞ്ഞു. ആ സ്പേസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചെറിയൊരു ഹോളാണ്. ഉള്ളിലേക്ക് വേറെ അങ്ങോട്ട് പോകാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ നിന്നത് മാത്രം. അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കിട്ടാൻ കഴിയില്ല. പൊതുവെ കരിങ്കല്ലിന് കെട്ടുന്ന പിടിക്കാൻ കഴിയില്ല. സാധാ മതിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊളിച്ചെങ്കിലും എടുക്കാം. ഇതങ്ങനെ പൊളിച്ചെടുത്തത് റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ അതിനെ റെസ്ക്യൂ ചെയ്ത് ഓക്കെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും അതെ. ഒന്ന് ഇത്, അതേപോലെ ഇത്, അങ്ങനത്തെ മറ്റേ സ്ഥലം. ആ 3 സ്ഥലങ്ങളെ വിൽക്കാൻ പറ്റുള്ളൂ. മറ്റേ സ്ഥലങ്ങൾ എങ്ങനെ പിടിച്ചാലും നമ്മൾ ബൈക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിന് വിൽക്കാൻ അതിനാണ് അങ്ങനത്തെ 3 സൈഡ് സ്ഥലങ്ങൾ വിൽക്കുന്നത്.